ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കണത് ഇതുപോലത്തെ 1, 2 and 3 ഇങ്ങനെ 3 ഷേപ്പ് ഞാൻ വെട്ടിയിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും യോക്ക് പോർഷൻ വെട്ടിയ പോലെ ഇല്ലേ, വിത്തൗട്ട് നെക്ക്. അപ്പം ഞാൻ ഈ 3 ബേസിലും 3 തരത്തിലുള്ള നെക്ക് 3 തരത്തിൽ എങ്ങനെയാണ് ഫിനിഷ് ചെയ്യേണ്ടത് എന്നാണ് കാണിച്ചു തരാൻ പോണത്. മനസ്സിലായ? അതായത് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് 3 തരത്തിലുള്ള നെക്ക് 3 തരത്തിൽ ഫിനിഷ് ചെയ്തിട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു ഡ്രസ്സിൻ്റെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെക്കായിരിക്കാം. എക്സ്ട്രാordinary നെക്കൊന്നല്ല കാണിച്ചിട്ടുണ്ട്, ബേസിക് ആയിട്ടുള്ള നമുക്കൊരു റൗണ്ട് നെക്കും സ്ക്വയർ നെക്കും വി നെക്കും ചെയ്യാം. ഈ 3 പീസിലും 3 നെക്ക് 3 തരത്തിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. 3 തരത്തിലെന്ന് വെച്ചാൽ ഫസ്റ്റ് മെത്തേഡ് ഫോർ റൗണ്ട് നെക്കാണ്, നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് അത് ജോയിൻ ചെയ്തിട്ട് ഉള്ള മെത്തേഡാണ്. സെക്കൻഡ് മെത്തേഡ് ലൈനിങ് വെച്ചിട്ടുള്ളതാണ്. തേർഡ് മെത്തേഡ് ക്യാൻവാസ് വെച്ചിട്ട്. അപ്പോൾ ഈ 3 മെത്തേഡും നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്കൊരു സ്ക്വയർ നെക്ക് ചെയ്യാം. സ്ക്വയർ നെക്ക് ലൈനിങ് വെച്ചിട്ട് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൽ ഈ ഓറഞ്ച് കളറുള്ള ക്ലോത്താണ് കേട്ടോ ഞാൻ ലൈനിങ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. മറ്റേത് മെറൂൺ കളറാണ് മെയിൻ പീസ്. അപ്പോൾ ഈ ലൈനിങ് പീസിലാണ് നമ്മൾ ആദ്യം നെക്ക് കട്ട് ചെയ്യണേ. ഇങ്ങനെ കറക്റ്റ് ലെവലാക്കിയിട്ട് പകുതി 2 ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നെക്ക് മാർക്കാണ്. ഞാനിത് അളവ് വെച്ചിട്ടല്ല കേട്ടോ, നിങ്ങൾക്ക് ഞാനിത് സ്റ്റിച്ചിങ് മാത്രമാണ് കാണിച്ചിരുന്നത്, മെഷർമെൻറ്റ്സ് അങ്ങനെ പറയണില്ല. എന്നാലും ഞാൻ ഇതിൽ ഏകദേശം ഒരു 3 ഇഞ്ചസ് വിട്ടും ഒരു 5 ഇഞ്ചാന്ന് തോന്നുന്നു ലെങ്ത്ത് താഴോട്ട് എടുത്തു. എന്നിട്ടിത് സ്ക്വയർ ആക്കിയിട്ട് വരയ്ക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൽ ഞാൻ അളവ് നോക്കില്ല, കാരണം ഞാൻ ഒരു ഷേപ്പിൽ മാത്രമാണ് ഈ യോക്ക് പീസ് വെച്ചേക്കണത്. അതിന് പ്രത്യേകിച്ച് അളവൊന്നും എടുത്തിട്ടില്ല. ഏകദേശം ആ ഷേപ്പ് വേണ്ടിയിട്ട് ഒരു ആം ഹോളും കൂടെ ഏകദേശം അളവിൽ കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തു. ഇനി നമ്മൾ ഈ നല്ല വശത്ത് ലൈനിങ്ങിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. നെക്കൊക്കെ ഫിനിഷ് ചെയ്യുമ്പോൾ ലൈനിങ്ങും മെയിൻ പീസും ഉണ്ടെങ്കിൽ നല്ല വശം ഫേസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇങ്ങനെ വെച്ചിട്ട് ഒരു 4 ഇഞ്ച് എങ്ങാനും നമ്മളിവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്കിനൊക്കെ വല്ല കോർണറൊക്കെ ഇങ്ങനെ സ്ക്വയറിനൊരു കോർണറില്ല, അവിടെ എത്തുമ്പോൾ നമ്മളിങ്ങനെ നീഡിൽ കുത്തി നിർത്തിയിട്ട് വേണം ഇങ്ങനെ അവിടെ ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അപ്പുറത്തെ സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്യാൻ. എന്നാലേ കോർണർ കുറച്ചും കൂടി ഡിഫൈനായിട്ട് നമുക്ക് കിട്ടുള്ളൂ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള നെക്ക് നമ്മൾ ആ ലൈനിങ് പീസിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സ്ക്വയർ നെക്ക് ആകുമ്പോൾ ഇങ്ങനെ എസ്പെഷ്യലി കോർണേഴ്സിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലും മറിച്ചെടുക്കുമ്പോൾ അവിടെ നല്ല രീതിക്ക് കിട്ടുള്ളൂ. നമ്മൾ സ്റ്റിച്ചിന്മേ ടച്ച് ചെയ്യാണ്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെറിയ കുട്ടി ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ മറിച്ചെടുക്കണം. അത് കഴിഞ്ഞ് ഇതുപോലെ ലൈനിങ് പീസും ആ തയ്യൽ തുമ്പും കൂടെ ആക്കി ചേർത്തിട്ട് ഇങ്ങനെ അടുത്ത് കൂടെ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ നല്ല വശത്തിൻ്റെ പുറത്തോട്ട് കാണാത്ത പോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ലൈനിങ് പീസും അതിൻ്റെ ബാക്കിൽ വരുന്ന തയ്യൽ തുമ്പ് ആ ലൈനിങ് പീസിനോട് ചേർത്ത് വെച്ചിട്ട് സെയിം നമ്മൾ നെക്ക് തയ്ച്ച പോലെ കോർണറിൽ എത്തുമ്പോൾ നമ്മൾ നീഡിൽ കുത്തി നിർത്തിയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് മെല്ലെ റൊട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും അപ്പുറത്തെ സൈഡ് എത്തുമ്പോൾ ഈ ലൈനിങ്ങിനോട് ചേർത്ത് തന്നെ നമ്മുടെ ആ തയ്യൽ തുമ്പ് പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഞാൻ എടുത്തപ്പോഴേ എൻ്റെ ചോയ്സ് മാറിപ്പോൾ ഒരു വൃത്തികെട്ട തുണിയാണ്. അതായത് ഒതുങ്ങി നിൽക്കുന്നുമില്ല, സ്റ്റിച്ച് ചെയ്താലും കറക്റ്റ് ലെവലായിട്ട് ഇച്ചിരി വലിയുന്നുണ്ട് ഈ തുണി. അപ്പോൾ നമുക്ക് മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. ശരിക്കും നല്ല രീതിക്ക് കോട്ടനൊക്കെ ആണെങ്കിൽ ഒന്നും പറയണ്ട, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ വെറുതെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. അതും കൊടുക്കണമെന്നില്ല, നമുക്ക് ഇനി ലൈനിങ് നമ്മൾ സൈഡൊക്കെ അടിച്ച് വരുമ്പോൾ ഇത് കറക്റ്റായി നിൽക്കും. ഇതിപ്പോൾ ഞാൻ സൈഡൊന്നും അടിച്ച് കാണിച്ചിരുന്നില്ലല്ലോ, അതായത് ഇപ്പോൾ ആംഹോളും ഒന്നും സെറ്റ് ചെയ്ത് കാണിച്ചിരുന്നില്ലല്ലോ. ഒന്ന് അയൺ ചെയ്താൽ തന്നെ ഇത് നല്ല രീതിക്ക് നിൽക്കണതാണ്. അപ്പോൾ നമുക്ക് നെക്കിൻ്റെ അവിടെ വേറെ സ്റ്റിച്ച് കാണൂല. ഇത് ഞാനിപ്പോൾ ഈ തുണി ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നല്ല രീതിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയല്ലോ നെക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ലൈനിങ് വെച്ച് ചെയ്യുക. ഇനി നമുക്ക് വീനക്ക് ക്യാൻവാസ് വെച്ചിട്ട് വീനക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ 2 ടൈപ്പ് ക്യാൻവാസ് ഉണ്ട്. ഇത് ഇച്ചിരി കട്ടിയുള്ള ടൈപ്പാണ്. ഇത് ഞാൻ കോളറിനൊക്കെ എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ പിന്നെ സ്കാലപ്പ് നെക്കിനൊക്കെ എടുക്കാറുള്ളൂ, ഹെവി ആയിട്ടുള്ള നെക്കിനൊക്കെ. ഇത് പേപ്പർ ക്യാൻവാസ് എന്നാണ് ഞാൻ പറയുക. ഇതാണ് ഞാൻ നോർമൽ നെക്കിനൊക്കെ യൂസ് ചെയ്യാം. ഇത് കുറച്ചും കൂടി അഫോർഡബിൾ ആണ്. മറ്റേ കട്ടിയുള്ള ക്യാൻവാസിന് ഞാൻ 100+ എത്രയായി മീറ്ററിന്. ഇതിന് എത്രയായിരുന്നു 30 എത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു.
അപ്പോൾ നമുക്ക് ആദ്യം പേപ്പർ ക്യാൻവാസ് ഇങ്ങനെ ഒരു കുഞ്ഞു പീസ് എടുക്കാം. എന്നിട്ട് അത് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട്, കുഞ്ഞു പീസ് എന്ന് വെച്ചാൽ നമ്മുടെ നെക്ക് കട്ട് ചെയ്യാനുള്ള അത്ര വലുപ്പം വേണം കേട്ടോ. അപ്പോൾ കുഞ്ഞു പീസ് എടുത്തു എന്നേ ഉള്ളൂ. ഇതിലിപ്പോൾ ഞാൻ ചെറുതല്ല കാണിക്കുന്നത്. എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് നമ്മൾ ഇതിലാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. നെക്കിൻ്റെ വിഡ്ത്തും നെക്കിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ഞാൻ വരയ്ക്കുകയാണ് ചെയ്യുക. അതിന് മുകളിൽ ഞാൻ തയ്യൽ തുമ്പിനുള്ളതും കൂടെ മാർക്ക് ചെയ്തിട്ട് അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കും. എന്നിട്ട് ആ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു 1/4 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് നിന്നാണ് ചെരിച്ച് വരയ്ക്കുക. ഇപ്പോൾ ഇതിൽ നമുക്ക് തയ്യൽ തുമ്പിൻ്റെ ആവശ്യം വേണ്ടില്ല, നെക്ക് മാത്രമല്ല കാണിച്ചത്. ഞാൻ ശരിക്കും തയ്ക്കുകയാണെങ്കിലാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വരച്ച കൂടിയാണ് നമ്മുടെ സ്റ്റിച്ചിങ് ലൈൻ വരിക. അതിന് പ്ലസ് ആയിട്ട് നമ്മൾ ഓരോ ഇഞ്ചും കൂടിയായിട്ട് വേറൊരു ട്രയാങ്കിൾ, അതായത് പാരലായിട്ട് വേറൊരു ലൈനും കൂടെ വരയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ക്യാൻവാസ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചടയ്ക്കുമ്പോൾ 1 ഇഞ്ചോ 1/2 ഇഞ്ച് വേണ്ട, അതിനൊക്കെ കൂടുതലായിരിക്കും നല്ലത്, 1 ഇഞ്ചോളം. അപ്പോൾ ഇങ്ങനെ ഒരു വി ഷേപ്പ് കിട്ടിയിട്ട് നമ്മളിതൊരു പേസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു നമ്മുടെ ലൈനിങ് പീസായിട്ട്, അതായത് ഇതുമ്പോൾ ഒരു പീസ് വെച്ച് നമ്മൾ പേസ്റ്റ് ചെയ്യണം. അതായത് നമ്മുടെ ക്യാൻവാസിൻ്റെ ഒരു സൈഡിൽ ഒരു കുറച്ച് ക്രിസ്റ്റൽ പോലത്തെ ഫിനിഷിങ് ഉണ്ടായിരിക്കും, മറ്റേ സൈഡ് വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ഇതിൽ ഒരു സൈഡിൽ ഇങ്ങനെ ക്രിസ്റ്റൽ ഫിനിഷിങ് ഉണ്ട്. അത് നമ്മൾ ക്ലോത്തിൽ വെച്ചിട്ട് അയൺ ചെയ്താൽ ഇത് ക്ലോത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇത് പേസ്റ്റ് ചെയ്തിട്ടെടുക്കാം. കണ്ടോ, ഇങ്ങനെ അയൺ ചെയ്തെടുക്കുമ്പോൾ ആ ക്രിസ്റ്റൽസൊക്കെ ആ ക്ലോത്തും ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ അതുമ്മ പേസ്റ്റായി. ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം വീനക്കിൻ്റെ ഷേപ്പിൽ. പക്ഷേ ഉള്ളിലത്തെ ഭാഗം കട്ട് ചെയ്യരുത് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതൊന്നും ഇങ്ങനെ മടക്കി വെച്ചിട്ട് അയൺ ചെയ്യണുണ്ട് നിർബന്ധമില്ല. ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് കൊടുത്താലും മതി. ഞാൻ ഇതിൻ്റെ മുകളിൽ സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ തുണിയൊക്കെ ഒരു സുഖമില്ലാത്ത ഞാൻ എൻ്റെ കയ്യിലുള്ള വേസ്റ്റ് പീസ് കൊണ്ട് ചെയ്യണതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി നിൽക്കാത്തൊരു തരത്തിലുള്ള തുണിയാണ്. അപ്പോൾ എല്ലാം ഞാനൊന്ന് അയൺ ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ഈ ക്യാൻവാസ് പീസിലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ഈ മെയിൻ പീസിൻ്റെയും സെൻറ്റർ ഞാനിന്ന് കട്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്യാണ്. എന്നിട്ട് ഇതേ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നല്ല വശത്തിൻ്റെ മുകളിൽ ക്യാൻവാസ് ഒട്ടിച്ചേക്കുന്നതിൻ്റെ അപ്പുറം നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ക്യാൻവാസ് ഒട്ടിച്ചേക്കുന്ന നേരത്തെ പറഞ്ഞില്ലേ, അതൊന്ന് അങ്ങോട്ട് വി ഷേപ്പിൻ്റെ അപ്പുറപ്പുറമായിട്ട് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇത് വീണ്ടും ഇതുപോലെ വെച്ചിട്ട് വീണ്ടും പറയാണ് റൈറ്റ് സൈഡും ചേർത്ത് വയ്ക്കുക, സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഞാനിങ്ങനെ ബോൾ പിൻസ് വെച്ച് സെക്യൂർ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് ലെവലായിട്ടിരിക്കാനാണ് കേട്ടോ. നമുക്കിത് പ്രോ ആയാലും ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നേരത്തെ സെയിം പ്രോസസ്സ് തന്നെയാണ്. എക്സസ് ആയിട്ട് നിൽക്കുന്ന ഈ ക്യാൻവാസും ലൈനിങ്ങും കൂടിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളയുമ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു 1/4 ഇഞ്ചെങ്കിലും വിടണം. എന്നിട്ട് ഇത് ഇങ്ങനെ കോർണറൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിലും ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മറിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ നേരത്തെ ലൈനിങ്ങും ആ തയ്യൽ തുമ്പും വെച്ചടിച്ച പോലെ ഇപ്പോൾ ഈ ക്യാൻവാസ് ഉള്ള പീസും ആ സെയിം തയ്യൽ തുമ്പും വെച്ചിട്ട് ഉള്ളിലൊരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. ഇതിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല, സെയിം അതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ കോർണർ വരുമ്പോൾ നീഡിൽ കുത്തി നിർത്തുക. നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. മെയിൻ ക്ലോത്ത് ഇപ്പോൾ ഇതിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഇത് കണ്ട ഇങ്ങനെ മറിച്ചെടുക്കുമ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ചുളിച്ച് വെച്ചടിക്കാണ്ടിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേ മറിച്ചെടുക്കുമ്പോൾ തന്നെ കോട്ടണൊക്കെ ആണെങ്കിൽ കറക്റ്റ് ലെവലായിട്ട് ആ വീനൊക്കെ കിട്ടും കേട്ടോ. ഇതൊരു ഞാൻ പറഞ്ഞില്ല, ഒരു സുഖമില്ലാത്ത തുണിയാണ്. അയൺ ചെയ്താൽ ശരിയാവും. എന്നാലും ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വീനക്കും ഫിനിഷായി. ബാക്ക് വശം ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ റൗണ്ട് നെക്കാണ്. ഇതിൽ നമ്മൾ മെയിൻ ക്ലോത്തിലാണ് നമ്മുടെ നെക്ക് കട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ക്രോസ് പീസസ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം മെയിൻ ക്ലോത്ത് ഡബിൾ ഫോൾഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ വിഡ്ത്തും ലെങ്ത്തും മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സ്ക്വയർ ആക്കിയിട്ട് അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കണം. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് പോലെ കർവ് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ റൗണ്ട് നെക്ക് കിട്ടും. ഇനി നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാം. അതിന് മുമ്പ് ഞാനിത് ഇങ്ങനെ നോർമലി നമ്മൾ ബ്ലൗസിലൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫുൾ റൗണ്ടും ഈ ക്രോസ് പീസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അതായത് നമ്മൾ ഈ നേരത്തെ നെക്ക് രണ്ടും നമ്മൾ 2 നെക്കും സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യല്ലേ. ഈ ബ്ലൗസിലൊക്കെ ക്രോസ് പീസ് വെച്ചടിക്കുമ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഫുൾ റൗണ്ട് നെക്ക് ഈ ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാം. പക്ഷേ ഇതിൽ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഹാഫ് റൗണ്ടേ കാണിച്ചു തരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുഞ്ഞായിട്ട് ഞാൻ കുറച്ച് ക്രോസ് പീസസേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കുട്ടി പീസ് ആദ്യം വെട്ടിയെടുത്തു. എന്നിട്ട് ഇങ്ങനെ ചെരിച്ച് 45 ഡിഗ്രി ആംഗിളിൽ ഒരു ലൈൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ കണ്ട ഒരു സുഖമില്ലാത്ത വലിയ തുണി എനിക്ക് എത്തിയിട്ട് കേടായിരുന്നു, എന്തെങ്കിലും എടുത്തു പോയില്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ വരച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കണ്ട മുകളിലത്തെ ആ ഒരു കുട്ടി വീതിയില്ല, താഴെ നല്ല വീതിയുണ്ട്. അത് ഞാൻ കറക്റ്റ് ലെവലാക്കിയിട്ട് മുകളിലത്തെ ലൈനിനോട്
പാരലലായിട്ട് തന്നെ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് ഇങ്ങനെയാണ് ക്രോസ് പീസ് ജോയിൻ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ. എന്നാലേ അത് നമുക്ക് മറിച്ചെടുക്കുമ്പോൾ ശരിയാവുള്ളൂ. ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ഇത് അവിടെയും ഇവിടെയും ജോയിൻ ചെയ്ത് അടിക്കുകയാണ്. ഇത് ഞാൻ ജോയിൻ ചെയ്തു അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിങ്ങനെ മറിച്ചെടുക്കുമ്പോൾ കണ്ട ഇങ്ങനെ ഒരു ക്രോസ് പീസായിട്ട് കിട്ടും. എന്നിട്ട് നമ്മളിത് എക്സസൈഡിലൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. എന്നിട്ട് നമ്മൾ ക്രോസ് പീസ് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യണം, റൗണ്ട് ആക്കിയിട്ട്. നമ്മളിങ്ങനെ വലിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ, അപ്പോൾ അത് മറിച്ചെടുക്കുമ്പോൾ ശരിയാവില്ല. ഇങ്ങനെ ആ കേവൊക്കെ വരുന്നിടത്ത് ഇങ്ങനെ കേർവ് ചെയ്ത് വെച്ചിട്ട് തന്നെ മെല്ലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ 4 ഇഞ്ച് വെച്ച് ഇങ്ങനെ റൗണ്ടാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അഡീഷണൽ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഇത് ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരം പറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ വേണമെങ്കിൽ ക്രോസ് പീസിൻ്റെ മാത്രമായിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്തുതരാട്ടോ. ലൈനിങ് വേറെ കളർ എനിക്ക് എടുക്കാമായിരുന്നു. ഇതിൽ രണ്ടും കൂടിയായിട്ട് നിങ്ങൾക്ക് പൂക്കളും മനസ്സിലാവണുണ്ടോ? ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുകയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസ് പീസ് ഈ ഒരു മെത്തേഡല്ല കേട്ടോ, വേറെ മെത്തേഡായിട്ടും നമുക്ക് വെക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തില്ല, ലൈനിങ്ങും ആ തയ്യൽ തുമ്പും വെച്ച് സ്റ്റിച്ച് ചെയ്യണ പോലെ സെയിം ഈ ക്രോസ് പീസും ആ തയ്യൽ തുമ്പിൻ്റെ മുകളിൽ കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്. അത്രയും അടുത്ത് കൂടി അല്ല, ഒരു 4 ഇഞ്ചിനേക്കാൾ ഒരു പൊടിക്ക് കുറവുള്ള പോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണേ. അതായത് കറക്റ്റ് അപ്പം അങ്ങനെ ആ 4 ഇഞ്ച് അളവിൽ തന്നെ ഉള്ളിലോട്ട് മടക്കി വെക്കാനാണ്. നമ്മളിങ്ങനെ കട്ട് ചെയ്യുക, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാണ്. 4 ഇഞ്ചില്ല, അതിനേക്കാൾ ഒരു പോയിൻ്റ് വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. പൂക്കളുള്ളതുകൊണ്ട് ശരിക്കും നിങ്ങൾക്ക് ആ സ്റ്റിച്ചിങ് ലൈൻ കാണുന്നില്ലല്ലോ, സോറി. അപ്പം അങ്ങനെ ഞാൻ 4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കണേ. ഇനി എക്സസൈസിൽ സ്റ്റിച്ച് ഇല്ലാത്ത ഭാഗമില്ലേ, അത് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് നമ്മളൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കുകയാണ് കേട്ടോ, ഇങ്ങനെ ഫുള്ളി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ 4 ഇഞ്ചിലേ അവിടെ ഒരു എക്സ്ട്രാ പീസ് വരുള്ളൂ. അപ്പോൾ അതിങ്ങനെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി 4 ഇഞ്ച് നമ്മുടെ നെക്കിൻ്റെ ഉള്ളിലോട്ട് മടക്കി വെക്കാൻ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാനെടുത്ത തുണി മോശമായി പോയി, പ്രിൻറ്റും മനസ്സിലാവില്ല, ക്രോസ് പീസ് വെച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ഇത് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി വെച്ച് തുന്നി എടുത്താൽ മതി. നമ്മുടെ റൗണ്ട് നെക്ക് വിത്ത് ക്രോസ് പീസ് ഫിനിഷായിട്ട് കിട്ടും. അത്രേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ക്രോസ് പീസിൻ്റെ വീഡിയോ ഒരെണ്ണം കൂടി നല്ല കറക്റ്റായിട്ട് ലൈനിങ്ങും മെയിൻ പീസും മനസ്സിലാവണ തരത്തിൽ 2 തുണി എടുത്തിട്ട് വേണമെങ്കിൽ വീണ്ടും ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ കണ്ട ഈ 4 ഇഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ പുറത്തോട്ട്. ഇനി അത് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് നമ്മുടെ ഇവിടെ കേരളയിലൊക്കെ തുന്നാണ് ചെയ്യുക, നമ്മുടെ നോർമൽ ബ്ലൗസിലൊക്കെ. ഇപ്പം അധികാരം ചെയ്യണില്ല തോന്നുന്നു, എന്നാലും നമ്മുടെ കേരള സ്റ്റൈലിൽ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ തുന്നി കൊടുക്കുക ചെയ്യുക. പക്ഷേ പുറത്ത് കൂടുതലും ഇങ്ങനെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ലൈനിങ് വെച്ചിട്ട് നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്രോസ് പീസിൻ്റെ ആവശ്യം വരുന്നില്ല, ലൈനിങ് വെച്ച് തന്നെ മറിച്ചടിച്ചാൽ മതി. എന്നാലും ഇങ്ങനെയാണ് ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ ആ തുന്നലിന് പകരം ഫുള്ളി ഒന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് കാണിച്ചു. അപ്പോൾ ഇങ്ങനെ കിട്ടി നമ്മുടെ റൗണ്ട് നെക്ക്. അപ്പോൾ ഇതാണ് 3 നെക്കുകൾ. ഫസ്റ്റ് ഒരു സ്ക്വയർ നെക്കാണ് വിത്ത് ലൈനിങ്, പിന്നെ ഒരു റൗണ്ട് നെക്കാണ് വിത്ത് ക്രോസ് പീസ്, ലാസ്റ്റ് നമ്മുടെ ഒരു വി നെക്കാണ് വിത്ത് ഇത് ക്യാൻവാസ്. ഇനി ഇതിൻ്റെ ഉൾവശമൊക്കെ കാണാം. റൗണ്ട് നെക്കിൻ്റെ ക്രോസ് പീസ് വെച്ചതിൻ്റെ ബാക്ക് സൈഡ് ഇത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഹെം ചെയ്താൽ സൂചി നൂലുകൊണ്ട് കുറച്ചും കൂടി നല്ല വൃത്തി ഉണ്ടാവും. ലൈനിങ് വെച്ചിട്ടുള്ളത് ഇത് ഇങ്ങനെ, വേറെ പ്രത്യേകിച്ചൊരു മാറ്റം ഉണ്ടാവില്ല, ഫ്രണ്ടും ബാക്കും ഒരുപോലെ ആയിരിക്കും. വി നെക്കിൻ്റെ ബാക്ക് ഇത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക.